ഹായ് വ്യൂവേഴ്സ്, ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകപ്രശസ്ത സാഹിത്യകാരൻ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒരു നല്ല ഹൃദയം സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഈ ചിന്തയോടെ കൂടിയാകട്ടെ ഇന്നത്തെ ചന്ദ്രലേഖയുടെ തുടക്കം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രത്തിൽ സ്ഥാനം നേടിയ ധീരവനിതകളെ പരിചയപ്പെടുത്തുന്ന പിന്നിലാവ് എന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. മണിപ്പൂർ സംസ്ഥാനത്ത് നിലവിലുള്ള പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നിരാഹാര സമരം നടത്തുന്ന മണിപ്പൂരിലെ ഒരു കവയത്രിയും പത്രപ്രവർത്തകയും സന്നദ്ധ പ്രവർത്തകയുമാണ് ഇറോം ചാനു ശർമിള. 2000 നവംബർ 2-നാണ് ഇവർ നിരാഹാര സമരം ആരംഭിച്ചത്. മണിപ്പൂരിലെ ഉരുക്കുവനിത എന്നാണ് ഇറോം ശർമിള ഇപ്പോൾ അറിയപ്പെടുന്നത്. നിരാഹാര സമരം തുടങ്ങുമ്പോൾ ഇറോമിന് 28 വയസ്സായിരുന്നു പ്രായം. ആഹാരവും വെള്ളവുമില്ലാതെ തുടരുന്ന ഈ സമരം ഇറോമിന്റെ മരണത്തിലേക്ക് കലാശിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സർക്കാർ ഇറോമിന്റെ പേരിൽ ആത്മഹത്യാ കുറ്റം ആരോപിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നീട് ശർമിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ശർമിളയുടെ ആരോഗ്യം ദിനംപ്രതി മോശമാവുകയായിരുന്നു. ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ശ്വാസനാളത്തിലൂടെ ഒരു കുഴലിട്ട് നിർബന്ധപൂർവ്വം ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകുകയായിരുന്നു. 2006 ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി പ്രമാണിച്ച് ശർമിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു. തുടർന്ന് ശർമിള ഡൽഹിയിലേക്ക് പോവുകയും മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ട് സന്ദർശിക്കുകയും പിന്നീട് ജന്തർ മന്ദറിൽ തന്റെ നിരാഹാരം പുനരാരംഭിക്കുകയും ചെയ്തു. ഇവിടെ ശർമിളയുടെ സമരത്തിന് പിന്തുണ നൽകാനായി ധാരാളം വിദ്യാർത്ഥികളും മനുഷ്യാവകാശ പ്രവർത്തകരും എത്തിച്ചേർന്നു. മണിപ്പൂരിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അക്രമത്തിന് കാരണമായ പ്രത്യേക പട്ടാള നിയമം പിൻവലിക്കുക എന്നത് മാത്രമായിരുന്നു ഇറോമിന്റെ ലക്ഷ്യം. ഇതേ തുടർന്ന് ശർമിള വീണ്ടും അറസ്റ്റിലായി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോലീസ് ബന്ദോബസ്തിൽ ട്യൂബ് വഴി ജീവൻ നിലനിർത്തി കഴിയുകയാണ് ശർമിള ഇപ്പോൾ. 2010-ലെ രവീന്ദ്രനാഥ ടാഗോർ സമാധാന സമ്മാനം ഇറോം ശർമിളയെ തേടിയെത്തി. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നൽകാറുള്ള ഗ്വാങ്ചു പുരസ്കാരം 2007-ൽ ഇറോം ശർമിളയ്ക്ക് ലഭിച്ചു. ഇതുകൂടാതെ മൈലമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ മൈലമ്മ പുരസ്കാരം 2009-ൽ ഇറോം ശർമിള സ്വന്തമാക്കി. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ 2010-ലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും ഇറോം ശർമിളയ്ക്ക് സമ്മാനിക്കപ്പെട്ടു. കുട്ടികളെ സംബന്ധിക്കുന്ന ഏത് കാര്യവും പാരന്റ്സിന് വലുതാണ്. ചന്ദ്രലേഖയുടെ പാരന്റിംഗ് സെഗ്മെന്റായ ഓമനത്തിങ്കൾ കാണാം. മുതിർന്നവർക്ക് ആഭരണങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നാം വളരെ കെയർഫുൾ ആകാറുണ്ട്. എന്നാൽ കുട്ടികൾക്ക് ആഭരണങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴോ കുട്ടികളുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കളക്ഷൻസ് ഇപ്പോൾ മിക്ക ജ്വല്ലറികളിലും ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മലബാർ ജ്വല്ലറിയുടെ എറണാകുളം MG റോഡിലെ ഷോറൂമിലാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഭരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സാധാരണ ജ്വല്ലറീസിലൊക്കെ കിഡ്സിന് വേണ്ടി കളക്ഷൻ ഉണ്ടാവും. പക്ഷേ എന്താണ് സ്റ്റാർലെറ്റിൻ്റെ പ്രത്യേകത? സ്റ്റാർലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഷോറൂമുകളിലും എല്ലാ ജ്വല്ലറികളിലും കുട്ടികൾക്കായിട്ട് ഒരുപാട് ആഭരണങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു ബ്രാൻഡാണ് മലബാർ ഗോൾഡ് സ്റ്റാർലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ യൂണീക്ക് ഡിസൈൻസ് ആയിരിക്കും. വളരെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ പ്രത്യേകം ഇറ്റാലിയൻ ടെക്നോളജിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന ആഭരണങ്ങളാണ്. അത് ഒരു തരത്തിലും കുട്ടികളുടെ ശരീരത്തിന് പോറലേൽപ്പിക്കുന്നത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് തന്നെ കുട്ടികളുടെ മനസ്സിന് കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. അതായത് മിക്കി മൗസ്, ഡൊണാൾഡ്, അങ്ങനെ കുട്ടികളെ വളരെ രസിപ്പിക്കുന്ന കഥാപാത്രങ്ങളും കുട്ടികളെ രസിപ്പിക്കുന്ന ഡിസൈനുകളും ഫ്ലവേഴ്സും അതൊക്കെയാണ് അതിനകത്ത് കൂടുതലും നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മലബാറിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഡിസൈനാണ്, ഒരു പ്രൊഡക്റ്റാണ്, ഒരു ബ്രാൻഡാണ്. ഇതിൽ നിന്നുമാണ് മറ്റു പല ബ്രാൻഡുകളും കിഡ്സിൻ്റെ ഉണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ ആഭരണങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും എന്നും ഏത് കാലത്തും സ്റ്റാർലെറ്റ് എന്തായാലും ഡിഫറെൻ്റാണ്. കുട്ടികളുടെ ഇതിനകത്ത് സ്റ്റാർലെറ്റിൽ തന്നെ വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ്? സ്റ്റാർലെറ്റിൽ എല്ലാത്തരം ആഭരണങ്ങളും വരുന്നുണ്ട്. സ്റ്റാർലെറ്റ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലേഡീസ്, ചെറിയ പെൺകുട്ടികൾക്കുള്ള ആഭരണങ്ങളാണ്. എന്നാൽ ജെൻസിനുള്ള ആഭരണങ്ങൾ അതിന് ഇടയിൽ വരുന്നുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് നമ്മൾ പെൺകുട്ടികളെയാണ്. എല്ലായിടത്തും ബോയ്സിന് ഓപ്ഷൻസ് കുറവല്ലേ? ഓപ്ഷൻസ് കുറവിൻ്റെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആഭരണങ്ങൾ കൂടുതലും ലേഡീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതും ചെറിയ പെൺകുട്ടികളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇത് മെയിനായിട്ട് ഒരു ഏജ് വരുന്നത് ഒരു 3 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ, അതായത് ഒരു നടന്നു തുടങ്ങുന്നുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സ്റ്റാർലൈറ്റ് കുറച്ചും കൂടെ ഇത് നമുക്ക് ആകർഷണീയത തോന്നുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് അത്ര ഒരു ആകർഷണീയത തോന്നുന്നില്ല സ്റ്റാർലൈറ്റ്. പിന്നെ സ്റ്റാർലൈറ്റിൻ്റെ എല്ലാത്തരം ആഭരണങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റാർലൈറ്റിൻ്റെ ഡിസൈനുകളും അതിൻ്റെ സെലക്ഷനും അതിൻ്റെ കളക്ഷനൊക്കെ വളരെ വിഭിന്നമാണ്. ഇതൊക്കെയാണ് സ്റ്റാർലൈറ്റിൻ്റെ പ്രത്യേകതകൾ, മെയിനായിട്ട് വരുന്ന പ്രത്യേകതകൾ. ഇതാണ് സ്റ്റാർലൈറ്റ് ഫിംഗർ റിങ്സ് വരുന്നത്, ചെറിയ കുട്ടികളുടെ ഫിംഗർ റിങ്സ് ആയിട്ട് വരുന്നത്. കുട്ടികൾക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇഷ്ടമുള്ള പോലെ അത് തന്നെ, ഇതാണ് ഇതിൽ കാണുന്നത് പോലെ തന്നെയുള്ള അവരെ രസിപ്പിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ചെറിയ സ്റ്റാർസ്. നമ്മുടെ ക്യാപ്ഷൻ തന്നെ വരുന്നത് നിങ്ങളുടെ പിഞ്ചോമനകൾ തിളങ്ങട്ടെ നക്ഷത്രങ്ങളെ പോലെ, അതാണ് നമ്മുടെ സ്റ്റാർലൈറ്റിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ വരുന്നത്. അതുപോലെ ചെറിയ ചെറിയ സ്റ്റാർസ്, ഇങ്ങനത്തെ ചെറിയ രൂപങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന സിമ്പിൾസ്, കളേഴ്സ്. ഇതിൽ വരുന്നത് ഒരു പ്രത്യേകതരം ഇമ്പോർട്ടൻറ്റ് ഇനാമലാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തരത്തിലും കുട്ടികളുടെ ശരീരത്തിനോ അവരുടെ സ്കിന്നിനോ ഹാംഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ശരിക്കും അവരുടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രൂപകൽപ്പനയും അതിനുള്ള മെറ്റീരിയലുമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ബോയ്സിന് സെപ്പറേറ്റ് ഇതിന് കളക്ഷൻ ഉണ്ടോ? ഗേൾസിനെ ഫോക്കസ് ബോയ്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് സ്റ്റാർലൈറ്റിന് വരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ പെൺകുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ പെൺകുട്ടികളാണല്ലോ നാളെ വളർന്ന് വലിയ ബ്രൈഡലൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനൊപ്പം തന്നെ മെയിനായിട്ട് വരുന്നൊരു ഇതാണ് ബ്രേസ്ലെറ്റ്. ഇതാണ് അവരുടെ ഒരു മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ബ്രേസ്ലെറ്റ്, ഇങ്ങനെ ചെറിയ ഹാങ്ങിങ്, ഇതെല്ലാത്തിലും ഓരോ രൂപങ്ങളും സാധനങ്ങളൊക്കെയാണ് വ്യത്യസ്തമായത്. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു പെൻഡന്റ് സെറ്റൊക്കെ ആയിട്ട് വരുന്നത്. കമ്മൽ സെറ്റ് ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് ധരിക്കാനും. ഒത്തിരി കോസ്റ്റ്ലി ആണോ? ഇല്ല, ഗോൾഡ് റേറ്റ്, കറണ്ട് ഗോൾഡ് റേറ്റ്, അതായത് ദിവസം സ്വർണ്ണവില, അതായത് 22 ക്യാരറ്റ് ഗോൾഡ് 916 ഹോൾമാർക്ക് ജ്വല്ലറി തന്നെയാണ്. അതേ റേറ്റ് തന്നെയാണ് വരുന്നുള്ളൂ. ഇതിനതിന് എക്സ്ട്രാ ചാർജസോ അല്ലെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ചാർജുകളൊന്നും വരുന്നില്ല. ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് പിങ്ക് കളർ, ലൈറ്റ് ബ്ലൂ, ഇതിൻ്റെ ഡിസൈനിങ് തന്നെ അവർക്ക് വന്നിരിക്കുമ്പോൾ തന്നെ കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും ഈ മെറ്റീരിയൽ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. സാധാരണ മറ്റുള്ള ഓർണമെൻറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ അല്ല സെറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റിങ്സ് വരെ തന്നെ വരുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നത് അവരുടെ മാല, അതായത് ലൈറ്റ് നെക്ലേസുകൾ വരും. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ചെറിയ വർക്കുകളൊക്കെ വരുന്ന ചെറിയ സ്ട്രോബെറി, മിക്കി മൗസ്. സാധാരണ ആഭരണങ്ങൾ നമുക്ക് എവിടെയും കിട്ടും, എപ്പോഴും കിട്ടും. കുട്ടികൾക്കുള്ള സാധാരണ മാല, കമ്മൽ, റിപ്പീറ്റേഷൻ ഇല്ല. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിനധികം പീസുകൾ ഉണ്ടാവില്ല, അതായത് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിന്റെ ഹാങ് ചെയ്തിരിക്കുന്ന ഐറ്റംസിനെയാണ് ഉദ്ദേശിച്ചത്. ആയിരിക്കില്ല, വ്യത്യസ്തമായുള്ള സംഭവങ്ങളാണ്. ഇതിപ്പോൾ ട്വിൻസ് ആണെങ്കിൽ പോലും എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഓർണമെന്റിലും വ്യത്യസ്തമായിട്ടുള്ള ഹാങ്ങിങ്സുകളായിരിക്കും. പിന്നെ ഇപ്പോൾ സ്റ്റാർലൈറ്റിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തതാണ് ആംഗ്ലെറ്റ്. ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് സ്റ്റാർലൈറ്റിൽ ആംഗ്ലെറ്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിന്റെ ഒക്കെ ആവശ്യപ്രകാരമാണ് നമ്മൾ ആംഗ്ലെറ്റ് തുടങ്ങിയത്. ഇതെല്ലാം എല്ലാ വർക്കും ഇതിനകത്ത് ഇനാമലിലാണോ വരുന്നത്? എല്ലാം ഇനാമലുണ്ടാവും. ഇനാമൽ വരുമ്പോഴാണ് നമുക്ക് ആ രൂപങ്ങളുടെ അത് എടുത്ത് കാണിക്കുള്ളൂ. സാധാരണ ഗോൾഡിൽ വരുമ്പോൾ നമുക്ക് അത്ര ഒരു അട്രാക്റ്റീവ് ആയിരിക്കില്ല. ഇനാമലും കൂടി വരുമ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ സ്റ്റാർലൈറ്റിന് തന്നെ ബാംഗിൾസ് ആണെങ്കിലും സാധാരണ ബാംഗിളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് അവർക്ക് ഊരാനും ഇടാനൊക്കെ വളരെ എളുപ്പത്തിലുള്ള ട്വിസ്റ്റിംഗ് ആണ്. ഇതൊരു 3 വയസ്സ്, അതായത് നടന്നു തുടങ്ങുന്ന പ്രായത്തിലാണ് നമുക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആഡിലാണെങ്കിൽ തന്നെ കാണിക്കുന്നത് ചെറിയൊരു പെൺകുട്ടി. അതാണ് നമ്മുടെ ഒരു തീരെ ചെറിയ കുട്ടികൾക്കുള്ള ആഭരണങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ ഇത് ഇട്ട് നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. എല്ലാ ബാംഗിൾസും അങ്ങനെ ഈസി ആയിട്ട് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. കൂടുതൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈനിങ്ങും ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈനുകളാണ് എല്ലാം വരുന്നത്. നമുക്ക് മാച്ചിങ് ആയിട്ട് സെറ്റ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിൽ കസ്റ്റമേഴ്സ് പറഞ്ഞു ചെയ്യിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? കസ്റ്റമേഴ്സ് പറഞ്ഞു ചെയ്യിക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ട്വിൻസ് ബേബീസിനൊക്കെ ആണെങ്കിൽ ഒരേപോലത്തെ വേണമെന്ന് അവർ താല്പര്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് വെച്ചിട്ട് മാക്സിമം സ്പീഡാക്കി അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓർഡർ ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. കാരണം ഇതേപോലെ സെയിം ഡിസൈൻ ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഇട്ടു, ആ കുട്ടിയുടെ ഫ്രണ്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ ഡിസൈൻ തന്നെ വേണം, അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ ആ സെയിം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കുട്ടികൾക്ക് സ്റ്റോൺസിൽ ഇതിനകത്ത് ഷാർലറ്റിൽ കളക്ഷൻ ഉണ്ടോ? സ്റ്റോൺസിൽ വരുമ്പോൾ സ്റ്റോൺ ഫിക്സിങ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ദേഹത്ത് ചെറിയ ഷാർപ്നെസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റോൺസ് ഷാർലറ്റിൽ അധികം വരില്ല. ഇനാമൽ വർക്കാണ് മെയിനായിട്ട് വരുന്നത്. അതെന്ന് വെച്ചാൽ അവരുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാലും നമുക്കൊരു ഷാർപ്പായിട്ടോ അല്ലെങ്കിൽ റഫായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ സ്മൂത്താണ്. ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. സ്റ്റാർലറ്റ് കളക്ഷൻ അല്ലാതെ സ്റ്റാർലറ്റ് കളക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് കിഡ്സിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്ത അതായത് വലിയ ആളുകളുടെ ഒരു ഏറ്റവും മൂവ്മെൻറ്റിൽ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ബാങ്കിളാണ്. അത് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡിയം വർക്ക് വരുന്ന വളകൾ, ഇതൊക്കെ വലിയ ആളുകളുടെ വളകളാണ്. പക്ഷെ അത് തന്നെ കുട്ടികൾക്കും ആ സെയിം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ആ ടൈപ്പ് വർക്ക് വരുന്നതാണ്. എല്ലാ കളറിലുള്ള സ്റ്റോൺസിലും ചെയ്ത് കിട്ടും. എല്ലാ കളറിലും എല്ലാ സ്റ്റോൺസിലും എല്ലാ സൈസിലും ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഇപ്പോൾ ഒരു 1 ഇയർ മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സൈസിൽ നമ്മൾ ചെയ്യുന്നത്. ആൺകുട്ടികൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രേസ്ലെറ്റ്, ചെയിൻ, ഫിംഗർ റിങ്, അത് മാത്രമാണ് ജെൻസിന് ഉപയോഗിക്കും. പാദസരമൊന്നും വളയൊന്നും ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആൺകുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ അതും വേറെ സെക്ഷനായിട്ട് തന്നെ അതും വേറെ ഉണ്ട്. ഇതാണ് സാധാരണ വരുന്ന ഡിസൈൻസാണിത്. ബോയ്സ് ഉപയോഗിക്കുന്നത്. ബോയ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മോഡൽ സച്ചിൻ ജയ് മോഡൽ അല്ലെങ്കിൽ ഈ മോഡൽ ബ്രേസ്ലെറ്റ്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ചെയിൻ വരുന്നുണ്ട്. ഇത് രണ്ടാണ് ബോയ്സ്. രണ്ടാണ് ആൺകുട്ടികൾക്ക് ഇടാനുള്ള ഓപ്ഷൻ. സാധാരണ എല്ലാ ജ്വല്ലറികളും പോലെ ആൺകുട്ടികൾക്ക് വലിയ ആണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്ക് ചെയിനും ഒരു ബ്രേസ്ലെറ്റും അത്രേ ഉള്ളൂ. അതുതന്നെ പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ കൂടുതൽ ഡിസൈൻ വരുന്നത്. അതൊക്കെ ലേഡീസ്, അത് മിക്സ്ഡ് ആണ്. ആ ജെൻസിന് 2 പേർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ വലിയ ആളുകളുടെ തന്നെ ഹാങ്ങിങ്സ്. ഫാഷനും ബ്യൂട്ടിയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തതായി നമുക്കൊരു ബ്യൂട്ടി സെഗ്മെന്റ് കാണാം. ചന്ദ്രലേഖയുടെ മുഖശ്രീ സെഗ്മെന്റിലൂടെ നാം ഇന്ന് കാണാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ഹെയർ മേക്ക് ഓവറാണ്. അത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി ഷാക്ക് ബ്യൂട്ടി പാർലറിലെ ബ്യൂട്ടി എക്സ്പേർട്ടായ അന്ന സെബിയാണ്. നമസ്കാരം. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മളൊരു കംപ്ലീറ്റ് മേക്ക് ഓവറാണ് ഹെയറിൻ്റെ ചെയ്യാൻ പോണേ. ഇപ്പോൾ നമ്മൾ മോഡലായിട്ട് എത്തിയിരിക്കുന്ന അഞ്ജന അനിൽകുമാർ. ഇപ്പോൾ ഇതൊരു നാച്ചുറൽ ഹെയർ ആണ്, വെർജിൻ ഹെയറാണ്. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് സ്മൂത്ത് ചെയ്തിട്ടിട്ട് ഹെയർ കട്ട് ചെയ്ത് ഇതെങ്ങനെ ഒരു ആളെ പെർമനൻ്റ് ആയിട്ട് അപ്പോൾ ആളുടെ മുഖത്ത് ഒരു മോഡേൺ ലുക്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഒരു മുടി വെർജിൻ ഹെയർ ആണ്, നല്ല ഒരു ഫ്രിസീനെസ് ഉണ്ട് ഹെയറിൽ. അപ്പം അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് സെക്ഷൻ എടുത്തു. നമ്മൾ ജസ്റ്റ് ഒരു പെർമനൻറ്റ് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുവാണ്. ഹെയർ വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത ഹെയർ ആണ്. ജസ്റ്റ് ഒരു സ്മൂത്ത്, ഒരു പെർമനൻ്റ് ആയിട്ട്, ഒരുപാട് പക്ക സ്ട്രെയിറ്റ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു അധികം കേളി അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സ്മൂത്തനിങ് കൊടുത്താൽ മതി, പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ. ജസ്റ്റ് ഒരു അപ്ലൈ ചെയ്തു ക്രീം. പൊതുവെ എല്ലാവരും പറയുന്നത് ഇതിന്റെ ഹെയർ ഫോളിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ഹെയർ ഫോള് ഉണ്ടാകാറുണ്ട് ചിലവർക്ക്. ചെയ്ത് അത് കെയർ ചെയ്യാത്തവർക്കാണ് കൂടുതൽ ഹെയർ ഫോൾ വരുന്നത്. ആഫ്റ്റർ കെയർ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഷാമ്പൂ, കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കണ്ടീഷണർ സ്കാൽപ്പിലാവാണ്ട് ശ്രദ്ധിക്കുക. സിറം യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിലാവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 2 കാര്യം. ഓയിൽ മസാജ് നിർബന്ധമായിട്ട് ചെയ്യണം. ഓയിൽ മസാജ് ചെയ്യുമ്പോഴാണ് മുടിക്കൊരു സ്ട്രെങ്തൻ കിട്ടുക. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മാസത്തിലല്ല, നമ്മളൊരു വീക്കിലി 2 പ്രാവശ്യമെങ്കിലും വീട്ടിൽ തന്നെയാണെങ്കിലും, പാർലറിൽ വൺസ് ഇൻ എ മന്ത് ചെയ്യാം, വീട്ടിൽ തന്നെയാണെങ്കിലും ചെയ്യാം. നമ്മളെ കെയറിങ് ആണ് കൂടുതൽ പിന്നെ മുടി നന്നായിട്ടിരിക്കാൻ നോക്കുക. കൊഴിയാനുള്ള ചാൻസ് കുറവാണ്. ഇതിപ്പം ഒരുവിധം സ്ട്രെയിറ്റ് ഹെയർ ആണ്, വെർജിൻ ഹെയർ ആണ്. ഇപ്പോൾ ഒത്തിരി ഭയങ്കര പക്കാ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നണ്ട. അത് നാച്ചുറൽ ലുക്കിലാണ് ചെയ്യുന്നത്. ക്രീം അപ്ലൈ ചെയ്യുന്നത് ഓരോ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ടാണ് കേട്ടോ. ഇവളുടെ മുടിക്ക് ഇങ്ങനെ മതി. ഓൾറെഡി ഇച്ചിരി സ്ട്രെയിറ്റ് ഹെയറാണ്.
കേളി ആകുമ്പോൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതിനൊരു മെത്തേഡ് വ്യത്യാസമുണ്ട്. ഓരോ ഹെയറിനനുസരിച്ച് ക്രീമും വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഓരോ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ടാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ തന്നെയാണല്ലോ. കെമിക്കലുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. സ്കാൽപ്പിലാവാനേ പാടില്ല. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മുടിയുടെ ടെക്സ്ചർ, തിക്നെസ്, കേളിയാണോ നോക്കിയല്ല. ഒരു മുടിയുടെ ഘടന അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഇത് സ്കാൽപ്പിൽ ടച്ച് ചെയ്യാനേ പാടില്ല. അത് അതിൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ കോംബ് ചെയ്തത്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാനത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതൊരു 6 months ഗ്യാപ്പ് വരുന്നത്. 6 months കഴിയുമ്പോഴേക്കും സ്കാൽപ്പിൽ നിന്ന് മുടി വളർന്നു വരും. പിന്നെ അത് മാത്രം നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, താഴേക്ക് ചെയ്യണ്ട. ഇത് ചെയ്ത മുടിയിൽ ശരിക്കും പിന്നത്തെ ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ വളർന്ന മുടി മാത്രം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാം. പിന്നെ അത് രണ്ടാമത് റീടച്ച് ചെയ്യണം. റേറ്റ് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഇത് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമുക്കൊരു വെയിറ്റ് ചെയ്യാം ഹെയറിൻ്റെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് വാഷ് ചെയ്യലാണ്. ഒരു 20 minutes എങ്കിലും ഇത് ഇരിക്കണം. ഫസ്റ്റ് ക്രീം ഇട്ടിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത മുടിയാണ്. നമ്മളിത് ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ക്രീം ഇടുന്നത്. ഈ ടെക്സ്ചർ ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്യണം, നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. ഇത് വാഷ് ചെയ്തു, ഒന്ന് ഡ്രൈ ചെയ്തു. ഇനി നമുക്ക് മോൾക്ക് ചേരുന്ന പോലെ ഒരു ഹെയർ കട്ടിങ്ങും കൂടി ചെയ്യാം. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത മുടിക്ക് ഒരു ഡിഫറെൻ്റ് കട്ട് തന്നെയാണ്. എല്ലാ മാറ്റമുണ്ട്. നല്ല ഇത് നാച്ചുറൽ ലുക്കാണ്. നോക്കിയോ, അധികം പക്ക ഇതൊന്നുമല്ല, കോല് പോലെയോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് സ്മൂത്തിങ്. എന്താ ഇങ്ങനെ കിടക്കും. ഇതിന് ചേരുന്ന ഒരു കട്ടിങ്. ഇപ്പോൾ നല്ല ഹെയറാണ്, അപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ട. ഒരു ചേരുന്നത് പോലെ കട്ട് കുറച്ച് സ്റ്റൈലിഷ് ആക്കാം. എണ്ണ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. മുടി എണ്ണ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് മുടി ഡാമേജ് ആയി പോകുന്നത്. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഓയിൽ മസാജ് ചെയ്യണം, നല്ലതാണ്. പിന്നെ എൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, സിറം യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് വെയിൽ തന്നെ യൂസ് ചെയ്യണം. സ്മൂത്ത് ചെയ്ത മുടിക്ക് ഒരു ഡിഫറെൻറ്റ് കട്ടാണ് ചെയ്യുക. എല്ലാ ഹെയർ കട്ടും ഇതിൽ ചേരില്ല. ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് ആകാൻ നിങ്ങളെ സഹായിക്കുന്ന സെഗ്മെന്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. 5 പുതിയ കിടിലൻ ഫീച്ചറുകളുമായി വാട്സാപ്പിന്റെ പുതിയ വേർഷൻ. ഇമേജ്, വീഡിയോ, ഓഡിയോ ഫയലുകൾ മാത്രം അയക്കാൻ പറ്റുന്ന സൗകര്യമായിരുന്നു ഇതുവരെ വാട്സാപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ഡോക്യുമെന്റുകളും വാട്സാപ്പിലൂടെ അയക്കാം. PDF ഫയലുകളാവും ആദ്യഘട്ടത്തിൽ സപ്പോർട്ടാവുക. വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ വെർഷനിലാണ് ഈ സംവിധാനം ലഭ്യമാവുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പുതിയ വേർഷൻ ഉപഭോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നേരത്തെ വാട്സാപ്പ് ചാറ്റിൽ 6 അറ്റാച്ച്മെന്റ് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. പുതിയ സംവിധാനം ലഭ്യമാകണമെങ്കിൽ അയക്കുന്നയാളും സ്വീകരിക്കുന്ന ആളും പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനു പുറമെ 100 ഇമോജികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ്, 5 ഭാഷകളിലുള്ള സപ്പോർട്ട്, വീഡിയോ സൂം ചെയ്യാനുള്ള സംവിധാനം, വീഡിയോകളും ഫോട്ടോകളും ഷെയർ ചെയ്യാനുള്ള സംവിധാനം എന്നിവ പുതിയ വേർഷനിൽ ലഭ്യമാണ്. ഡിസൈനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് വാട്സാപ്പിന്റെ പുതിയ വേർഷൻ. ഏറെ ഉപകാരപ്രദമായ പുതിയ സംവിധാനങ്ങൾ വാട്സാപ്പിന്റെ ജനപ്രിയതയും സ്വീകാര്യതയും ഏറെ വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.